ഇമ്മ ഒരു പെര കിട്ടി ഇമ്മക്ക് എന്താണ് പറയാനുള്ളത്? സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ പെര കിട്ടി ഇതുവരെ കിട്ടാതൊക്കെ അല്ലേ, ഇതിപ്പോൾ ഏതായാലും പൊളിച്ചാണ്ട് നിൽക്കണം, പൊളിഞ്ഞിക്കണ്. അപ്പം നമുക്ക് തൽക്കാലം പെര കിട്ടിയ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് സങ്കടമുണ്ട് സന്തോഷമുണ്ട്. കാരണം നമ്മളെ തറവാട്ടിൽ നിന്ന് ഇന്നേ വരെ നമ്മൾ മാറിയിട്ട് ഒരു വാടക പെര നമ്മൾ സ്വപ്നം പോലും കരുതിയിട്ടില്ല ഗൈസ്. അതാണ് ഇപ്പം നടക്കാൻ പോണത്. അപ്പോൾ ചിലപ്പോൾ ഇവിടുന്ന് പോകുന്ന ടൈം നമുക്ക് ഇടങ്ങേറുണ്ടാകും. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. കുട്ടികൾ വാർത്ത വരിയിൽ പോയി നിന്നിട്ടുണ്ട്, അല്ല ഞാനായിട്ട് വാടകയ്ക്ക് ഒരു വരി പറഞ്ഞിട്ടില്ല. ഈ മാസം ഗൈസ് വേൾഡ് കപ്പ് ആണ് വരാൻ പോണേ. മമ്മ ഏതാ ടീം? പോർച്ചുഗൽ. ക്രിസ്ത്യാനോ? പോർച്ചുഗൽ. വേൾഡ് കപ്പിനെ പ്രമാണിച്ചുകൊണ്ട് തന്നെ ഇമ്മമാന്റെ ഒരു കിടിലം ഫ്ലെക്സ് ഗൈസ് പോർച്ചുഗലിന്റെ ജെയ്സി ഒക്കെ ഇട്ടിട്ട് നമ്മൾ ചാത്തമുണ്ട ഇറക്കണേ കാരണം അതിന്റെ വീഡിയോ ഗൈസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വരും. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. നിങ്ങൾ ആദ്യം മുഖത്തുനിന്ന് കാണുന്നതിനും മെച്ചം കാൽമെന്ന് കാണുന്നേക്കാരം. ഇതാണ് ഗൈസ് പുതിയ സ്റ്റൈല്. അതായത് എവിടെ പോയാലും കൊതുകടി ഏക്കാതെ പോകുന്ന ഒരു സ്റ്റൈലാണിത് അല്ലേ? ഇതിപ്പോ ഉമ്മമാന്റെ ഐഡിയ ആണ് ഗൈസ്. എന്റെ ബാക്കിൽ ഞങ്ങൾ ഉണ്ടാവും, അപ്പൊ ഞങ്ങളെയും കൊതുകടിച്ചൂല. ഇത് നല്ലൊരു ഐഡിയ ആണ്. മഴക്കാലത്ത് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഐഡിയ തന്നെയാണ്. ആരും കണ്ടിട്ടില്ല ഈ ഐഡിയ. അപ്പോൾ ഗൈസ് 2-3 ദിവസമായിട്ട് ഞാൻ ഇവിടെ ഇല്ല. ഞാനൊരു ചെറിയ ബാംഗ്ലൂർ യാത്ര നടത്താൻ പോയതായിരുന്നു. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ഉമ്മാക്കും ഉമ്മമാക്കും വളരെ ഉപകാരമുള്ള ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഗൈസ്. അത് എന്താണ് ഉമ്മ? വേർത്തോടി ഞാൻ ചൂലി അറിയുന്ന പോള് ചാട്ടാട്ട പറഞ്ഞു. അതായത് ഗൈസ് എല്ലാ പെരക്കാരും നേരിടുന്ന ഒരു പ്രശ്നമാണ്. മഴക്കാലമായാലും വേനൽക്കാലമായാലും ഈ ഡബർ തോട്ടത്തൊക്കെ പെരല്ല ആൾക്കാർക്ക് ഭയങ്കര അധികം ബുദ്ധിമുട്ടാണ് ഈ ചെമ്മല കൊണ്ട്. അപ്പോൾ ചെമ്മല ബാറ്ററി എടുക്കണമാ ഇതാ വരുന്നത്. അപ്പോൾ ഗൈസ് ഈ ചെമ്മലൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് അവിടുന്ന് ഒരു 400 രൂപ കിട്ടിയ മെഷീനാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ 2500 രൂപ വരുന്നുണ്ട്. അപ്പോൾ ഒരു കിടിലൻ മെഷീനാണ്. ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് ചെമ്മലൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഗൈസ് നിങ്ങൾ നോക്കിക്കോളി. അത് ആ എൽമ കാണിച്ചു കൊടുക്ക്. ഇതാണ് ഇതിൻ്റെ ഉപയോഗം. ഇതുണ്ടെങ്കിൽ നമ്മൾ അതായത് ഇത് കൊണ്ടുവന്ന് ഇവിടുത്തെ ഈ ചെമ്മല ഇല ഇളകും. പക്ഷെ ഇതൊന്ന് കാണിച്ചു കൊടുക്കാൻ ആവശ്യമില്ല ടൈം ഒരു ഇലകളും ഇല്ല. ഇത് കണ്ടോ ഗൈസ്, ഇത് കണ്ടോണ്ടിയാ ഇതാ ഇവിടെ കണ്ടില്ലേ ഒരു ചക്കക്കുരു ഇതൊക്കെ ഇപ്പൊ പോണ കാണിച്ചു തരാം കേട്ടോ. തിരുമ്പിട്ടാണ് ഒക്കെ. അപ്പൊ ഈ ഒരു മെഷീൻ ഞാൻ അവിടുന്ന് കൊണ്ടുവന്നതാണ്. ബാംഗ്ലൂർ ചിക്പേട്ടിൽ നിന്ന്, അതായത് ഈ മറ്റേ വില കുറവിന് സാധനങ്ങളൊക്കെ കിട്ടുന്നിടത്ത് കൊണ്ടുവന്നതാണ്. ഇത് നമുക്ക് ഉപകാരമുള്ള സാധനം ആയതുകൊണ്ട് അത് കൊണ്ടുവന്നു അല്ലേ. ഇനിയിപ്പോ മഴയത്ത് കഴിച്ച് ഉണക്കാത്ത തുണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഇത് വെച്ചിങ്ങനെ ഉണക്കാം. പലതരം ഉപയോഗങ്ങളാണ് കഴിച്ച് ഇത് ഈ ഒരു കാരണം കൊണ്ട്. ചൂട് എടുക്കുകയാണെങ്കിലും പറ്റും. ചൂട് വേനൽക്കാലത്താണെങ്കിലും കഴിച്ച് അതുകൊണ്ട് ഉപയോഗമാണ്. അത് നമുക്ക് ചാർജ് ചെയ്യാനും പറ്റും കേട്ടോ. അതായത് ബാറ്ററിക്കാണ് ചാർജ് നമുക്ക് ചെയ്യുക. അപ്പോൾ കഴിച്ച് 2-3 ദിവസമായിട്ട് വ്ളോഗൊന്നും ഇല്ല. ഇനി വ്ളോഗ് ഇല്ലാത്തതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന ഈ കാര്യം നമ്മളൊരു വാടകപ്പേരയ്ക്ക് വേണ്ടി കഴിച്ച് ഇഷ്ടംപോലെ സ്ഥലത്ത് കൂടെ നമ്മൾ അലഞ്ഞ് തിരിയാണ്. അതായത് പോകാത്തൊരു സ്ഥലമല്ല, അറിയോ? ചുങ്കത്ര തൊട്ട്, അതായത് നമുക്ക് ഇവിടുന്ന് അധികം ലോങ്ങും ആവാൻ പാടില്ല. നമ്മളെ കാര്യത്തിന് ഇങ്ങോട്ട് വന്ന് നോക്കാനും അങ്ങനത്തെ ഒരു സ്ഥലത്ത് വേണം കഴിച്ച് നമുക്ക് കിട്ടാൻ. അപ്പോൾ കുറച്ച് ആൾക്കാർ നമ്മളെ നാട്ടിലത്തെ ആൾക്കാർ പറഞ്ഞു ഇവിടെ നല്ല തണ്ണിയൊക്കെ ഉണ്ട് പറഞ്ഞു. അവിടെ ഞങ്ങൾ പോയി നോക്കി. അവിടെ നിന്നൊന്നും കഴിച്ച് നല്ല നമുക്ക് പറ്റിയൊരു പെര കിട്ടിയില്ല. അങ്ങനെ കഴിച്ച് നമ്മളിങ്ങനെ തെണ്ടി തിരിഞ്ഞ് അലഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് കഴിച്ച് നമ്മൾ ഇന്നലെ ഒരു സ്ഥലം വരെ പോയത്. അവിടുന്ന് അപ്രതീക്ഷിതമായി നമുക്കൊരു പെര അങ്ങോട്ട് കിട്ടുകയായി ഗൈസ്. അപ്പോൾ ഞാനും അനുന്ന് രാവിലെ തന്നെ പോയിട്ട് അതിൻ്റെ രജിസ്റ്ററിങ്ങും പേപ്പറിങ്ങും ഒക്കെ നടത്തി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. അത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. ഇങ്ങോട്ട് വാ, ഞാൻ ആയിട്ടില്ല ആ പേപ്പറും കാര്യങ്ങളും ഇങ്ങനെ വായിച്ചു നോക്കാണി. മലയാളം വായിച്ചാൽ അറിയോ? അത് വായിച്ചു തരുമ്പോ ഒന്ന് ഉറക്കായിട്ട് വായിച്ചു കേൾപ്പിച്ചു വരുന്നു. 2026 ജൂൺ മാസം 4-ന് 2026 അത് മലയാളത്തിൽ എഴുതാം. 4-ാം തീയതി നിലമ്പൂർ താലൂക്ക് നസീറ മകൻ ഫസലുൽ സുബ്ഹാൻ 2ാം കക്ഷിയും കൂടി എഴുതിയ വാടക കരാർ. എപ്പോഴേ മക്കളേത് 1ാം കക്ഷിക്ക് അവധി മാസം 5500 രൂപ 5500 രൂപ പ്രകാരം മാസ വാടക നിശ്ചയിച്ച വാടകയ്ക്ക് 2ാം കക്ഷി
ഒന്നാം കക്ഷി രണ്ടാം കക്ഷിക്ക് കൊടുക്കുകയും രണ്ടാം കക്ഷി ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു. മേൽ നമ്പർ വീട് നിബന്ധനയ്ക്ക് വിപരീതമായി രണ്ടാം കക്ഷി പ്രവർത്തിച്ചാൽ യാതൊരു നോട്ടീസും കാലാവധിയും നീക്കാതെ ഒന്നാം കക്ഷിക്ക് വീട് ഒഴിപ്പിക്കാവുന്നതാണെന്നും ആയതിന് രണ്ടാം കക്ഷി യാതൊരുവിധ തടസ്സങ്ങളും ഉന്നയിക്കാൻ പാടില്ലാത്തതുമാണ്. കരാർ കാലാവധി കഴിയുമ്പോൾ മേൽ നമ്പർ വീട് യാതൊരു അവകാശവും കൂടാതെ ഒന്നാം കക്ഷിക്ക് ഒഴിവാക്കി കൊടുക്കേണ്ടതുമാണ്. മേൽ നമ്പർ വീട് ഒന്നാം കക്ഷിയുടെ അറിവോ സമ്മതമോ കൂടാതെ രണ്ടാം കക്ഷി ആർക്കും കൈമാറ്റം ചെയ്യുവാനോ കീഴ്വാടകയ്ക്ക് കൊടുക്കുവാനോ പാടില്ലാത്തതാണെന്നും മേൽ നമ്പർ വീടിന് കേടുപാടുകൾ സംഭവിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളോ നിയമവിരുദ്ധമായ സാധനങ്ങൾ രണ്ടാം കക്ഷി സൂക്ഷിക്കാൻ പാടില്ലാത്തതുമാണെന്നും മേൽ നമ്പർ വീടിനോ അതിനുള്ള ഒന്നാം കക്ഷി വാടക സാധനങ്ങൾക്കോ ഉപകരണങ്ങൾക്കോ വല്ല കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ ആയത് രണ്ടാം കക്ഷിയുടെ ചിലവിലും ഒന്നാം കക്ഷി നിർദ്ദേശാനുസരണം രണ്ടാം കക്ഷി മാറ്റിക്കൊടുക്കുകയോ നന്നാക്കി കൊടുക്കുകയോ ചെയ്യേണ്ടതാണ്. എന്തൊക്കെയാ നമുക്ക് ഈ കാര്യത്തിൽ നിന്ന് ഇപ്പൊ മനസ്സിലായത്? മമ്മക്ക് എന്താ മനസ്സിലായത്? ആ പെരി പോയ പെരിയില് യാതൊരുവിധ സാധനം കേടിയിരുത്താൻ പാടില്ല. പല മുതല് നമ്മളെ മുതൽ കരുതും പോലെ കരുതണം. അത്ര തന്നെ ഉള്ളൂ. മനസ്സിലായത്? പിന്നെ നമ്മള് വേറൊരു സാധനം പിന്നെ നിയമലംഘിതമായിട്ടില്ലൊന്നും അവിടെ കൊണ്ടുപോയി വെക്കരുത്. അതുകൂടി വല്ല കഞ്ചാവ് മയക്കുമരുന്ന് അതൊക്കെ ഇക്കോ. അങ്ങനെ ഗൈസ് നമ്മള് ഒരുപാട് നാളത്തെ ഒരു തെരച്ചിലാണ് കേട്ടോ. നമ്മള് ഏകദേശം ഇപ്പൊ ഗൈസ് 2 ആഴ്ചന്റെ മുകളിലായി. അതിന് നല്ലൊരു പെരന്നെ ഗൈസ് കിട്ടിയെന്ന് പറയാം. അതായത് അല്ലേ, അതൊക്കെ എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? നല്ലത് പറയണ്ട്. കാരണം പറയുമ്പോ ഒരു സുപ്രഭാതത്തിൽ എന്ന് പറയാം. കാരണം കുറച്ച് ദിവസമായി മോട്ടൻ കൊണ്ട് കൂട്ടുകാരന്മാരൊക്കെ ഇങ്ങനെ പോയാണ് നല്ലോണം തപ്പണ്. അപ്പം അങ്ങനൊന്നും കിട്ടിയില്ല. അപ്പം ഞാനും ഇവനും കൂടി അതികൂടെ ഇങ്ങനെ പോയി നോക്കിയതാ. അപ്പോൾ റോഡ് സൈഡിൽ നല്ലൊരു പെര ഇത് കണ്ടു. അപ്പോൾ ആൾ താമസമല്ല. തൊട്ടടുത്തുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് മോനെ അത് ഇത് വാടകയ്ക്ക് ഓല് കൊടുക്കണില്ല. ഓല് പറഞ്ഞു അത് വിൽക്കാൻ വെച്ചിരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുറേ അന്വേഷിച്ചു. അപ്പോൾ ഓലും പറഞ്ഞു അത് ഓലെ നമ്പറൊന്നും കിട്ടൂല, അത് വിൽക്കാൻ വെച്ചിരിക്കണാണ്, എന്തായാലും വാടകയ്ക്ക് കൊടുക്കൂല എന്ന് പറഞ്ഞു. അതിൽ ഞങ്ങൾ അയൽക്കാരുടെ അപ്പുറത്ത് ഒരിടത്ത് എന്തായാലും നമ്പർ കൊടുത്താണ് ഞങ്ങൾ പോയി. അതിൽ ഞങ്ങൾ കുറച്ച് വേറെ സ്ഥലങ്ങളൊക്കെ നോക്കിയപ്പോഴത്തേന് ഈ ഏട്ടൻ വിളിച്ചിട്ടുണ്ട്. അതായത് ഇവർ ഇതിൻ്റെ ആൾക്കാർ ഒന്ന് നിങ്ങളൊന്നൊന്ന് സംസാരിച്ച് നോക്കിയാറുണ്ട്. അതിൽ ഞങ്ങൾ ചെന്നാണ്ട് സംസാരിച്ച് ഓലോട് ഇങ്ങനെ കുറേ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇത് കച്ചവടമാവാൻ എന്തായാലും കുറച്ച് ദിവസം ടൈം എടുക്കും. അതായത് എന്തായാലും ഏകദേശം കച്ചവടത്തിന് ഏകദേശം ഒരു 4-5 മാസം ടൈം എടുക്കും. അപ്പോൾ ആ ടൈം എന്ത് ചെയ്യും, നമുക്ക് ആ ടൈം വരെ നിൽക്കാലോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഏകദേശം ഒരു ഇപ്പൊ 5 മാസത്തിനാണ് ഇപ്പൊ കരാർ എഴുതിയിരിക്കണത്, എഗ്രിമെന്റ് എഴുതിയാണ്ട് വെച്ചിരിക്കണത്. ഇനി അപ്പോഴും ഇത് വിറ്റ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുണ്ടാവും ബാക്കി. അതായത് ഇനിയിപ്പോൾ 5 മാസത്തിനുള്ളിൽ ഒരു വിറ്റ് പോയിട്ടില്ല എന്നുണ്ടെങ്കിലും അപ്പൊ നമുക്ക് പണി കൂട്ടാൻ പറ്റും. അതായത് നമുക്ക് ഇനി പെരപ്പണിയൊക്കെ വരാൻ കിടക്കില്ലേ, അപ്പൊ ആ ടൈമിൽ നമുക്ക് നിൽക്കാനും മനസ്സിലാവുണ്ടോ? എന്താ അപ്പൊ മനസ്സിലാവും. 5 മാസം കഴിഞ്ഞിട്ട് പോലെ നമ്മള് ഒഴിഞ്ഞു കൊടുത്തില്ലെങ്കിൽ അല്ല തേങ്ങാക്കൊല ഇവിടെ എന്താണ്. അതായത് നമ്മളിപ്പോ വാടകയ്ക്ക് നിൽക്കണ സാധാരണ വാടകക്കാർ നിൽക്കണ വായിക്കല്ല നമ്മൾ നിൽക്കണത്. അതായത് ആ സ്ഥലം വിൽപ്പനക്ക് വെച്ച പെരയാണ്, ഒരാള് വിൽക്കാൻ വെച്ച പെരയാണ്. അപ്പൊ എപ്പോ വേണമെങ്കിലും ആൾക്കാർ വന്നിട്ട് പെര കാണാം. അതായത് നമ്മളിപ്പോ അവിടെ വാടകയ്ക്ക് നിൽക്കാണെന്നുണ്ടെങ്കിലും ഒരു ടീം വന്നിട്ട് നമ്മൾ ഈ സ്ഥലം നോക്കാൻ വന്നാണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് റൂമൊക്കെ ഒന്ന് കാണണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് കാണിച്ചു കൊടുക്കണം. അതാണ് ഓല് പറഞ്ഞത്. റെഡിയാണല്ലോ. അപ്പൊ ഗൈസ് അങ്ങനെയാണ് നമുക്കൊരു പെര കിട്ടിയത്. നമുക്ക് കുഴപ്പമില്ല, നല്ലൊരു പെര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ അടുത്ത വീഡിയോസിൽ കറക്റ്റ് ആയിട്ട് പെര കാണിച്ചു തരാം. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എല്ലാ പരിപാടിയും നടക്കുന്നത്. അതേപോലെ തന്നെ പിന്നെ നമ്മളെ വണ്ടി കയറാൻ പറ്റുന്നതും വണ്ടി നിർത്താൻ പറ്റുന്നതും എല്ലാത്തിനും ഗൈസ് നല്ലൊരു കിടിലം പെര തന്നെയാണ് നമുക്ക് കിട്ടിയത്. നല്ല രസമുണ്ട് കാണാൻ. കാണിച്ചു തരാം. അത് നമുക്ക് നാളെ മറ്റന്നാളായിട്ട് അങ്ങോട്ട് പോവാം. ഇന്ന് പാട് പോകണ്ട. കാരണം എന്താ അറിയോ, അവിടെ കുറച്ച് പണിയുണ്ട്. അതായത് ഒരു 3-4 മാസം അവിടെ ആൾക്കാർ താമസിച്ചിട്ടില്ല. അപ്പോൾ കറണ്ടിന്റെ കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാണ്ട്, പിന്നെ അതേപോലെ തന്നെ കോട്ടർമെന്റ് ശല്യമുണ്ട്. അതിന് ഈ ഡബ്ബർ തോട്ടത്തിന്റെ ഏരിയ തന്നെയാണ്. അപ്പോൾ കോട്ടർമെന്റ് കുറച്ച് കാര്യങ്ങൾ ക്ലീൻ ആക്കാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ അല്ലറ ചില്ലറ മാറാലകൾ അതൊക്കെ ക്ലീൻ ആക്കാനുള്ളൂ. അപ്പൊ ഗൈസ് നമ്മള് അമ്മ ഒരു പെര കിട്ടി ഉമ്മക്ക് എന്താണ് പറയാനുള്ളത്? സന്തോഷമുണ്ട്. എന്താ വെച്ചാല് നമ്മള് പെര കിട്ടിയ ഇതുവരെ കിട്ടാതൊക്കെ അല്ലേ, ഇത് പെരാലും പൊളിച്ചാണ്ട് നിൽക്കണം. പൊളിഞ്ഞിക്കണ്. അപ്പൊ നമുക്ക് തൽക്കാലം പെര കിട്ടിയ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് സങ്കടമുണ്ട് സന്തോഷമുണ്ട്. കാരണം നമ്മളെ തറവാട്ടിൽ നിന്ന് ഇന്നേ വരെ നമ്മൾ മാറിയിട്ട് ഒരു വാടക പേരെ നമ്മൾ സ്വപ്നം പോലും കരുതിയിട്ടില്ല ഗൈസ്. അതാണ് ഇപ്പൊ നടക്കാൻ പോണത്. അപ്പോൾ ചിലപ്പോൾ ഇവിടുന്ന് പോകുന്ന ടൈമിൽ നമുക്ക് ഇടങ്ങേറുണ്ടാകും. എൻ്റെ ജീവിതത്തിൽ അതുവരെ പറഞ്ഞിട്ടില്ല. കുട്ടികൾ വാർത്ത വരിയിൽ പോയി നിന്നിട്ടുണ്ട്, അല്ലാതെ ഞാനായിട്ട് വാടകയ്ക്ക് ഒരു വരി പറഞ്ഞിട്ടില്ല. കൈപ്പിനൊന്നല്ല, നമ്മളെ സുൽത്താൻപടി. അടിപൊളി പേര കറക്റ്റ് നമ്മൾ കാണിച്ചു തരും കഴിച്ചു. അടുത്ത വീഡിയോയിൽ നിങ്ങൾ തന്നെ പറയും നല്ല അടിപൊളി പേരെന്ന് പറയും. കാരണം നമുക്ക് എപ്പോ പറഞ്ഞു
ചുങ്കത്ര അതിൽ വായിച്ചു. ചുങ്കത്ര പഞ്ചായത്ത് ചുങ്കത്ര പഞ്ചായത്ത്. കാരണം ഈ റോഡിന്റെ അപ്പുറം ചുങ്കത്ര പഞ്ചായത്തല്ലേ. ഇപ്പൊ ആ ബേബിക്കാക്ക ചുങ്കത്ര പഞ്ചായത്തല്ലേ, ഓലക്ക് ചുങ്കത്ര പഞ്ചായത്തല്ലേ. ആ അപ്പൊ നിങ്ങൾ തന്നെ പറയും. കാരണം നമ്മൾ റോഡിൽ കൂടെ പോയപ്പോ നമ്മക്ക് തന്നെ ഇഷ്ടപ്പെട്ടു ആ ഒരു സ്ഥലം. ആ ഒരു വയ്യാണ് കണ്ടപ്പോ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് പെരീക്കില്ല എൻട്രി, പെരീക്ക് ഇങ്ങനെ റോട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു എൻട്രി ഇങ്ങനെ കാണാം. നല്ല കട്ടൊക്കെ പതിപ്പിച്ച ഒരു ഇതിങ്ങനെ കാണാം. ഈ കുന്നുകൂടിലൂടെ അതൊക്കെ ആയിക്കൂടെ തന്നെയാണ്. ആ റോഡ് അതാണ്. പോകുമ്പോ എന്തായാലും നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് എന്തായാലും പറ്റും. അതായത് നമ്മക്കായിട്ട് ഒരു ഒഴിച്ചിട്ടൊരു സ്ഥലമായിക്ക്. ഈ സന്തോഷ നിമിഷത്തില് നമുക്ക് നമ്മൾ എന്താണെന്ന് ഉണ്ടാക്കാൻ പോണത്? സന്തോഷം പറഞ്ഞിട്ടില്ല എന്താ ഉണ്ടാക്കാൻ പോണ പറഞ്ഞിട്ടില്ലേ? ഇന്നിവിടെ എന്തുണ്ടാക്കാനാ പറഞ്ഞീനെ? സാമ്പാറ്. ശരി ശരി ചേട്ടാ ഒരു വട്ടം പറഞ്ഞ പിന്നെ ഓർമ്മ ഉണ്ടാവില്ലേ? സോഡിയത്തിന്റെ പ്രശ്നം അങ്ങനെയൊന്നുമില്ല. ഇന്നത്തെ സ്പെഷ്യൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉമ്മാന്റെ വക നമ്മള് സാമ്പാറും ചോറും വെക്കാൻ പോകുകയാണ്. ഫുള്ള് വെജിറ്റേറിയൻ. ഇന്ന് ഫുള്ള് വെജിറ്റേറിയൻ അല്ലേ? കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇതാണ് എന്ത് ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. കാരണം ബീഫ് കഴിഞ്ഞു. പെരുന്നാളത്തെ ബീഫ് കഴിഞ്ഞു. ഇനിയുണ്ടോ? ഇനി നമുക്ക് ഇറച്ചിയും പുളിയും വെക്കാൻ എല്ലുണ്ട് കുറച്ചാടെ. എല്ലുണ്ട്, എല്ലും മുട്ടിയുണ്ട്. അത് ഇനി ഇറച്ചിയും മൂളിയൊക്കെ നമുക്ക് പിന്നെ വെക്കാം. ഇപ്പൊ ഇന്നലെ ഹർഷു കൊണ്ടെന്നാണ് ഗൈസ്. നമ്മളെ ഹർഷുവിന്റെ വല്യപ്പാനോട് കൊണ്ടെന്നാണെന്നാ പറഞ്ഞത്. ഒന്നലെ വന്നപ്പോ ഓന്റെ വല്യപ്പാനോട് വന്നപ്പോ കൊണ്ടെന്നാണ്. നമുക്ക് കുറച്ച് ഒരു ചക്ക കിട്ടിക്കണ്. പോത്തുക്കണം മമ്മ? ഇല്ലടാ, അത് വെക്കാൻ വേണ്ടിട്ടേ. ആണോ? വെക്കാൻ വേണ്ടിട്ടുള്ള ചക്കയാണ്. അത് കൂട്ടാനല്ലാന്നുണ്ടെങ്കിൽ പൊരിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചക്കയാണ്. ഇന്നത്തെ നമ്മളെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സാമ്പാറും ചോറൊക്കെ ആദ്യം ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് വെജിറ്റബിൾ, പച്ചക്കറി അല്ലേ? നമ്മൾ ഹെൽത്തി ആവാൻ വേണ്ടി പോകുകയാണ്. തേങ്ങ വേണ്ടല്ലടാ, എല്ലാം കെട്ട തേങ്ങല്ലേ? ഓരോ തേങ്ങ, നല്ല തേങ്ങകൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടെന്നാണ്. നന്നായി. അപ്പൊ എന്തായാലും നമ്മളെ പരിപാടി ഇറക്കാൻ പോവാണ്. ബാ കമോൺ വരും. ഇതെന്ത് ചെയ്യണേ? എന്നാ പേപ്പർ സൂക്ഷിച്ച് വെച്ചോളി, കാരണം ഇത് ആവശ്യം ഉണ്ടാവും. നമ്മളൊരു കൂട്ടുകാരൻ കയറി വരുന്നുണ്ട്. നമ്മളെ വണ്ടിന്റെ ഒച്ച കേട്ടാ തന്നെ അറിയില്ലേ? അതന്നെ, അത് റോട്ടിൽ കൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കറക്റ്റ് അറിയാം. എന്തൊരു താമസം കടന്നാട് വരാന്. അവിടെ നിർത്തിയിട്ട് കയറില്ല, കയറിയാ ഇതൊക്കെ ക്യാമറ കാണുമ്പോ അമ്മമാരൊക്കെ തോക്കും കൊണ്ട് നിൽക്കണ വായിക്കാം. നമ്മള് തോക്കും കൊണ്ട് നിൽക്കണ വായിക്കാം. അമ്മമാരെ കാട്ടി കൊടുത്ത് കാണുമ്പോ ഇങ്ങനെ വാടാ കേറിവാ. ഒക്കത്തിനും പേടിയാണ് ഗൈസ്. എന്താടാ ഗൈസ്, ഇപ്പം നമ്മളെ പേരിന്റെ തൊട്ടടുത്തില്ല തന്നെയാണ്. അതായത് ഇതാക്കണത് അപ്പുറത്ത് കാണുന്ന പെരയാണോ അവന്റെ. അവിടെ കാട് പിടിച്ചിട്ട് ഇപ്പൊ കാണുന്നുണ്ടോന്ന് അറിയില്ല. അവിടെ കാണില്ലേ? അതാണ് ചെക്കന്റെ പെര അല്ലേ? ഒരു കുടുംബമായിട്ട് മൊത്തം ഇവിടെ തന്നെയാണ് താമസം. അപ്പൊ എവിടേക്ക് മിന്നണേ? ഇത് പറഞ്ഞിട്ട് മഴക്കാലമായി കഴിഞ്ഞാൽ എല്ലാരും പെരയിലും കാണുന്നേക്കാരല്ലേ ഈ ഒരു സംഭവം? ഏത് ഇതില്ലേ? അയല് കെട്ടിയാണ്ട് എവിടെ നോക്കിയാലും അയല് കെട്ടിയെടുക്കാം. അതിന് മമ്മക്ക് എന്താ പറയാല്ല അതിനെ കുറിച്ച്? അതിനെന്താ തുണികൾ ഉണങ്ങണം, അതിനിപ്പോ ഒന്നും പറയല്ല. തുണി നിങ്ങൾക്ക് പറ്റൂലെന്നുള്ളൂ. അതിനുള്ളൊരു പരിഹാരം നമ്മളെ പുതിയ പേരിലുണ്ട് അല്ലേ മോണ്ട? തുണിയാളെ ഉണക്കാൻ വേണ്ടിട്ട് വേറെ സെക്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് സമാധാനമായിട്ട് അവിടെ വേണമെന്നുണ്ടെങ്കിൽ തോരണം വേണ്ടി പറ്റും. അതിന് നമുക്ക് പേരുണ്ടാക്കുമ്പോഴും അങ്ങനെ സൗകര്യം ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് നമുക്ക് സെറ്റാക്കാം അല്ലേ? എടാ എന്താ പരിപാടി ഇന്ന്? ഇപ്പം ഗൈസ് എന്റെ ജിം പാർട്ട്ണറാണ് അല്ലേ? ജിം പാർട്ട്ണറാണ് ചെക്കം. ഞാൻ ഇവനും കൂടിയാണ് ജിമ്മിന് പോകല്. ഇനി എടുക്കാൻ നേരെ മീൻ പിടുത്തം തുടങ്ങിയോ? തോട്ടിലതാ പോയില്ലോ? പാലത്തിന്റെ അവിടെ 2 കിലോ കൊണ്ടുവരാം നമുക്ക്. എന്തെങ്ങായി മീൻ കിട്ടലുണ്ടടാ? ഇജ്ജ് പോലുണ്ടോ? ഇന്ന് പോവാണ്. ചെക്കൻ പോയാക്കട്ടെ. ചെക്കൻ പോയിട്ട് എത്ര തോനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കും തരാന്ന് വാക്ക് നമുക്കും പോകണ്ട മീൻ പിടിക്കാനേ. നമുക്കും പോണം ഒരു മീൻ പിടിച്ചാൽ. നമുക്ക് കൊരാനൊക്കെ പോണ്ടേ? ഒരാഴ്ച ആയിട്ട് തുടർച്ചയായിട്ട് ഒരു മഴയാണ് പേട്ടെ. അപ്പൊ നമ്മളും ഇറങ്ങും. നമ്മളും കളത്തേക്ക് ഇറങ്ങണം. വെള്ളം പോയി ഇറങ്ങാൻ പോയിക്കോ? തോന വെള്ളം ഉണ്ടായാല് നമുക്ക് എന്ത് വെള്ളം? പോയ നീന്തി കര വേണ്ടേ? വെള്ളം ഉണ്ടായിക്കോട്ടെ, കര വേണ്ടേ? കരൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മള് കര ഉണ്ടാക്കലല്ലേ. ബാ നമുക്ക് കഴിച്ചില്ല പരിപാടി ആണ്. കിച്ചണിക്ക് നേരെ നടക്കി. ബാ ശിബോ ഓക്കേടാ. ഓക്കെ, അതെടുത്താണ് ഭദ്രമായിട്ട് അലമാരിയിൽ എടുത്ത് വെച്ചളി. മമ്മ കേട്ടല്ലോ? കേട്ടു. ഓക്കെ, അപ്പൊ ഇനി നമ്മള് 10-ാം തീയതിയാണ് നമ്മളിത് പറഞ്ഞത് അല്ലെ മോണ്ട? 10-ാം തീയതിയാണ് നമ്മള് 10-ാം തീയതി ഇട്ടിട്ടാണ് കഴിച്ച് നമ്മള് പെര മാറാൻ നോക്കണത്. ഇതോടെ ഇവിടെ നോക്കിയാ അതൊക്കെ ഓല് ഇത് കൊതിരിയോ? ഇവിടെ എനിക്ക് ഒരു കാര്യം കൂടിയും കാട്ടിത്തരാം. 2.5 ഇവിടെ ഞാൻ കിടക്കല് ഇവിടെ മുറ്റത്ത് നിലത്താണ്. ഇവിടെ കണ്ടിക്കണ തൊട്ടിലും പായൊക്കെ. എന്ത് സുഖ ജീവിതം നോക്കിയാ. ഒരാൾക്കൊരു തൊട്ടില്, മറ്റേയാൾക്ക് വേറൊരു തൊട്ടില്. അറിയില്ല. കരിയും പാണ്ടിനും 2 ആൾക്ക് 2 തൊട്ടില് കെട്ടി കൊടുത്തേണ്. എന്താ പിന്നെ പറയാ.
നടക്കട്ടെ. ഞങ്ങൾ ഗൈസ് ഇവിടെ നമ്മളെ അടുക്കള നമ്മൾ ഇന്നലെ പോയാണ്ട് കുറെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നെ. എത്ര രൂപ കിറ്റാ പോണ്ട? 100 രൂപ കിറ്റാണ് ഗൈസ് ഈ കാണുന്നത്. മൊത്തം സാധനങ്ങൾ നിറച്ചിട്ട് ഇന്നത്തെ വില കൂടിയോ അല്ല വില കുറഞ്ഞു 125 റുപ്യ ഓരോ ടൈമിലും ഓരോന്നുണ്ട്. നമുക്കായിട്ട് മൂപ്പര് കുറച്ച് നിറച്ചിട്ട് നിങ്ങളോട് കൊണ്ടേക്കോളൂ. നിങ്ങളെ സന്തോഷമല്ലേ നമുക്ക് വലുത് പറഞ്ഞു. നല്ല മനസ്സാവും നല്ല മനസ്സാവും. ഇത് നമ്മളൊരു പരിപാടി എന്താണ്? കറണ്ട് പോയോ? ബൾബ് എടുത്തിട്ടോ. നമ്മള് എവിടെ പോയി കഴിഞ്ഞാൽ ഈ കോട്ടരമ നമ്മളെ പിന്തുടരും. അതെ, പോണടുത്തും നല്ല കോട്ടരമ ഉണ്ട്. അതിനുള്ള പരിഹാരം നമ്മൾ തന്നെ കാണണം. അത് മരുന്ന് പോലെ അടിച്ചിക്കണ്. ഇനി ഒന്നൊരു ക്ലീൻ ആക്കി തരാന്ന് പറഞ്ഞു. ബാക്കിയുള്ള പരിപാടിയും കൂടി നമ്മൾ നോക്കേണ്ടി വരും. അപ്പോൾ പരിപാടി തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ആദ്യം ആരാണ് വെജിറ്റബിൾസ് അരിയാൻ വേണ്ടി പോകുന്നത്? ഇമ്മേണം അമ്മേണോ? മാറ്റണ്ടേ കൊറേ നിലത്ത് തരിക. തക്കാളിയൊക്കെ ആകണോ തോന്നുന്നു. ഉള്ളില് സാധനമൊക്കെ ഉള്ളു. എനിക്കറിയില്ലേ. കൊട്ടെടുക്കട്ടെ. ഏതാണ്? അതാണോ? നാളെ ഗൈസ് ഈ ഒരു സാധനം ഗൈസ് ഇമ്മ എന്തോ ഒരു സാധനം ഉണ്ടായി തിന്നു. അവിയലെന്നാ എന്നോട് പറഞ്ഞത്. ഞാൻ തിന്നുകൂടി എന്റെ തൊണ്ടാണ് ചൊറിഞ്ഞിട്ടോ. ഇമ്മാന്റെ ചൊറിഞ്ഞു. അപ്പൊ ഞാൻ മൈൻഡ് ചെയ്തില്ല. എനിക്ക് ചൊറിയില്ല. അവിയൽ വെക്കാനേ പിന്നെ തൈര് വേണം. ആണോ? തൈരില്ല അവിയൽ വെച്ചാ ചൊറി. എനിക്ക് തൊണ്ടാണ് ചൊറിഞ്ഞിട്ട് അതിനുശേഷം എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ വന്നു. അതായത് ആകെ കൊരി ഇതൊക്കെ ഇളകി പിന്നെ പനി പിടിച്ചു. എന്തൊക്കെ എനിക്ക് ഉണ്ടായത് അറിയോ? എന്താ സാധനം ഉണ്ടാക്കി തന്നിക്ക്? കെമിക്കൽ മൊത്തം എനിക്ക് ഉണ്ടാക്കി തന്നത്. ഇമ്മാക്ക് എന്തായാലും ഇമ്മാക്കുണ്ടായിനി പനി. എവിടെയാ കൊട്ടേടി? എനിക്ക് പനി ഇതൊക്കെ ഇളകി. എന്തൊക്കെ ആദ്യത്തെ പരിപാടി എന്തൊക്കെയാണ്? എങ്ങനെയൊക്കെയാണ് പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കുക എങ്ങനെയൊക്കെയാണ് നമ്മള് അത് തുടങ്ങല്ലേ? എന്നാ അല്ല ഞാനേ ചമ്മന്തി വേണ്ടേ? ചമ്മന്തി തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയല്ലേ? ചമ്മന്തി അല്ലാത്ത പണികൾ തന്നെ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. അല്ല ഞങ്ങൾ അറിയുന്ന പണി ഞങ്ങൾ എടുത്തുകൊണ്ട് ഇമ്മമ്മ ഒരു കാര്യം ചെയ്യും. ഇമ്മമ്മനെ കൊണ്ട് പറ്റണ വല്ല എന്താ പറയാ ചേനയോ ചെരങ്ങോ ചമ്മന്തിയോ ചമ്മന്തി ഉണ്ടാക്കാം. അങ്ങനത്തെ വല്ല പരിപാടി. നമ്മൾ ഇന്നലെ വാങ്ങി തേങ്ങ ഇവിടെ ഇതല്ലേ നമ്മൾ ക്യാരറ്റ് അധികം വാങ്ങിക്കണം കേട്ടോ. കാരണം നമ്മൾ ചോറൊക്കെ തിന്നു കഴിഞ്ഞിട്ട് ഈ ക്യാരറ്റും കുക്കുംബറും നല്ലോണം തിന്നണം. കാരണം ദഹനത്തിനൊക്കെ ഗൈസ് ഇത് വളരെ നല്ലതാണ് എന്നാണ് നമ്മളോട് ആ പീഡിയക്കാരൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇത് അവിടുന്ന് വിറ്റ് പോകാൻ വേണ്ടിയിട്ടാണോ പറഞ്ഞത് എന്ന് നമുക്കറിയില്ല. മൂപ്പരാൻ പറഞ്ഞത് നമ്മൾ കേൾക്കുക. അല്ല അത് വേറെ കുറ്റം പറയല്ല. പച്ചക്കറി നല്ല തന്നെയാണ്. അല്ല എന്നാ ഇന്നലെ കഴിച്ച് നമ്മൾ 2 കിലോ ചിക്കൻ വാങ്ങിന്. ആ ചിക്കൻ്റെ മസാല ഉണ്ട്. അത് നമുക്ക് നാളെ തിന്നാം. അതായത് എന്നും വെജിറ്റബിൾസ് അല്ലാതെ ഒരു ദിവസം ചിക്കനും പിറ്റത്തെ ഒരു ദിവസം പച്ചക്കറിയും. നമ്മൾ കഴിച്ച് വെറൈറ്റി ഇതിലൂടെ നടക്കാൻ പോകണേ. വില കൂടിക്കൊണ്ടേക്കാണ്. ഇനിയിപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മള് സ്വന്തം വരുത്ത കോഴിക്കളെ തന്നെ അല്ല കോഴിക്കളം എന്താ പറയുമ്പോൾ വാടക പോയി കഴിഞ്ഞാൽ അത് എനിക്കറിയില്ലേ. ആ കോഴി ഫാം ഒന്നും ഒക്കെപ്പാട് ആ പെരിക്ക് കൊണ്ടുപോയി കിടക്കൂല. കോഴി ഫാം ഉണ്ടാക്കി കോഴിക്കൂട് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ ഒരു കോഴി ഫാം ഉണ്ടാക്കി വെച്ചിരിക്കണേ. കോഴിക്കളുണ്ടോ ഇടക്കെ? പിന്നെ വലിയ പേര് കിണറൊക്കെ ഉണ്ടോ? കിണറുണ്ട്. നല്ല സൗകര്യമുണ്ട്. ഉമ്മമ്മ അത് കാണുമ്പോ ഉമ്മ പറയും ഇത്ര നല്ല പെരയൊക്കെ നമുക്ക് കിട്ടിയാലോ എന്ന് ഉമ്മമ്മ പറയും. കുന്നുമലൊന്നല്ലല്ലോ. കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രാക്ടർ കൊണ്ട് നമുക്ക് കയറാം. അയലൊക്കെ ഉണ്ടോ? അയലോക്കൊന്നുമില്ല. ആസാകുന്നിന്റെ വൈക്ക്. അതായത് ഇപ്പൊ നമ്മൾ ഈ പെരന്റെ ഒരു കുന്നില്ലേ, ഈ കുന്നിനെക്കാളും ഒരു 3 അറ്റി കുന്നിന്റെ മുകളില്. അതായത് ഒരു മൊട്ടക്കുന്ന്. അതായത് മമ്മ പണ്ട് കോറിയൊക്കെ ഉണ്ടാക്കൂലേ? ഈ കോറി ഗസ്റ്റ് ഹൗസ് ഉണ്ടാക്കി അതാണത്. അതായത് ഈ കോഴിപ്പണിക്കാർക്ക് വാടക കൊടുക്കൂലേ? അതായത് ഓൽക്കാവുമ്പോ പ്രശ്നമല്ല. കാരണം കല്ല് വെട്ടും ചെയ്യാ ആരുമില്ല. ആ കോറി ഫാമിലി നമ്മള് മാത്രം. അല്ല ഗൈസ് നല്ലൊരു പേരാണ്. റോട്ടും പക്കത്താണ് ഉമ്മ. അയൽക്കാരും അയൽവാസികളൊക്കെ ഉണ്ട്. അല്ല നമ്മക്ക് തടസ്സം ഉണ്ടാവില്ല. അതായത് നമ്മള് അതല്ല എല്ലാരും ചോദിക്കുന്നുണ്ട് എന്താണ്. അതായത് നമ്മൾ വാടക ചോദിക്കുമ്പോഴത്തേനും ഓല് പറയണത് നമ്മൾ അങ്ങോട്ട് ചോദിക്കും അയൽവാസികൾ ഉണ്ടോ ചോദിക്കും. ഓല് വിചാരിക്കണത് അയൽവാസികൾ വേണമെന്നാണ്. ഓല് പറയണത് ഉണ്ടേ അപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും ഉണ്ട് എല്ലായിടത്തും ഉണ്ട്. നമ്മൾ പറയും അയൽവാസികൾ പാടില്ല ആക്കാ. അപ്പൊ ചോദിച്ചു നിങ്ങൾക്ക് എന്താ അവിടെ വല്ല മരുന്ന് കച്ചവടം നടത്താനാണ് ചോദിച്ചു. അതാണ് അല്ല
നമ്മൾ ഈ വീഡിയോ എടുക്കണതാണ്. അപ്പോൾ എപ്പോഴൊന്നും അതായത് എന്താ പറയാ ഇടയ്ക്കൊന്നും ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിക്കോണമെന്നില്ല. ഇനിയിപ്പോ ആൾക്കാരും വണ്ടിയൊക്കെ ഉണ്ടാവും. നമ്മളെ പേര് ആരെങ്കിലും ഒക്കെ കുടുംബക്കാരൊക്കെ വന്നു കഴിഞ്ഞാലോ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ അപ്പുറത്ത് ചിലപ്പോൾ എന്തെങ്കിലും പരിപാടി എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവണ്ട കരുതിയിട്ടാണ് ഗൈസ് നമ്മൾ അങ്ങനെ ഒരു സ്ഥലം തന്നെ നോക്കിയത്. പക്ഷേങ്കിൽ പടച്ചോ സഹായിച്ചിട്ട് അടിപൊളി സ്ഥലം തന്നെ പറയാ, നല്ല കിടക്കാച്ച സ്ഥലം ഞാൻ ഗൈസ് നമുക്ക് കിട്ടിയിരിക്കണ് അല്ലേ. കണ്ടപ്പോ തന്നെ കിട്ടിയെങ്കിലും കിട്ടൂലെന്ന് വിചാരിച്ച പക്ഷെ അത് കിട്ടി അല്ലേ. അല്ല ഞങ്ങൾക്ക് ഇന്നൊന്ന് കണ്ടൂടെ? അത് കാട്ടുമ്പോ ഉമ്മമ്മ പറയണം ഞാൻ കഴിച്ച് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നത് അതാ ലഡു ആണെങ്കിൽ നല്ല ടേസ്റ്റില്. ഏത് എനിക്ക് ലഡു ഇഷ്ടപ്പെട്ടീന്. ഇതൊക്കെ കഴിച്ച് നമ്മള് മൈസൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. മൈസൂരത്തെ എന്തായാലും പേര് മൈസൂർ പാക്ക് അല്ലടാ, വേറെ എന്തോ പറയുന്നത്. മധുരമുള്ള കുറച്ച് സാധനങ്ങൾ വന്നിന്. പിന്നെ വേറെ സാധനം കൊണ്ടുവന്ന് കാട്ടിത്തരാം. എന്താണോ ഉണ്ട് എന്താ മുതലേ മമ്മാക്ക് വേണ്ടിട്ട് മോണ്ടൻ ഒരു കണ്ണട കൊണ്ടുവന്നിക്കണ കൈസ്. അൽഹംദുലില്ലാ. എവിടെ ചെവിയുടെ കേട്ടോ കേട്ടോ. കൂടാതെ എനിക്കും ഒന്ന് കൊണ്ടുവന്നിക്കണേ. നമുക്ക് ഒരു ഷോ വേറെ പ്രത്യേകത ഉണ്ട്. ഈ മാസം നമ്മളെ ഇതിന്റെ അല്ലേ എന്ത് വേൾഡ് കപ്പ് അല്ലേ? ഈ മാസം ഗൈസ് വേൾഡ് കപ്പ് ആണ് വരാൻ പോണേ. മമ്മ ഏതാ ടീം? പോർച്ചുഗൽ. ക്രിസ്ത്യാനോ പോർച്ചുഗലാണ്. എല്ലാവരും റൊണാൾഡോ ഫാനാണ്. ഉമ്മ ഏതാ? നമ്മളേതാ? നീ ഏതാണോ അതാണ് ഞാനും പറഞ്ഞല്ലേ. നീ എങ്ങോട്ടാണ് അങ്ങോട്ടാണ് ഞാനും. അപ്പൊ ഗൈസ് ഞങ്ങളെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാം. ഗ്ലാസ് മോണ്ടം ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നാണ്. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യല്ലേ. മമ്മ ഇഷ്ടപ്പെട്ടോ? എടാ ആ ഗ്ലാസിന് സൈഡ് കാണിച്ചു കൊടുക്കും. സ്നേക്കാണ് സ്നേക്ക്. ഇതിന്റെ ഗൈസ് പാമ്പാണ്. കാണില്ല കാണുന്നുണ്ടോ? പാമ്പ്. ഉമ്മമാന്റെ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മമാന്റെ ഏതൊരു കമ്പിയാണ്. ഉമ്മമാന്റെ ഏതൊരു കമ്പിയാണ്. നല്ല രസം. കുഴപ്പമില്ല, രസമുണ്ട്. രണ്ടും നല്ല അടിപൊളി നല്ല സാധനങ്ങളാണ്. അപ്പൊ ഗൈസ് എന്നാ ഇത് പിടിച്ചടാ. അപ്പോ വേൾഡ് കപ്പിനെ പ്രമാണിച്ചുകൊണ്ട് തന്നെ ഇമ്മമാന്റെ ഒരു കിടിലം ഫ്ലെക്സ് ഗൈസ് പോർച്ചുഗലിന്റെ ജെയ്സി ഒക്കെ ഇട്ടിട്ട് നമ്മൾ ചാത്തമുണ്ട ഇറക്കണ ഈ കാര്യം. അതിന്റെ വീഡിയോ ഗൈസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വരും കേട്ടോ അല്ലേ. കണ്ണടയൊക്കെ വെച്ചിട്ടോ കണ്ണടൊക്കെ വെച്ചിട്ട് ഉമ്മമ്മ ജെയ്സി ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുക. മുകളില് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇങ്ങനെ നിൽക്കുക അല്ലേ. അങ്ങനെ പറഞ്ഞു കൊടുത്താ അതായത് ഇമ്മമ്മ ഇങ്ങനെ നിൽക്കുക, മുകളില് ക്രിസ്ത്യാനോ റൊണാൾഡോ, ചുറ്റിനും ഞങ്ങളും അതായത് ചെക്കന്മാരും നമ്മളെ അങ്ങനെ എല്ലാവരും ഒരു കിട്ടിയ ഫ്ലെക്സ് ഇറക്കണം. ഞാൻ നോക്കണം ഇൻഷാല്ലാ സെറ്റ് ആക്കണം എത്രയും പെട്ടെന്നില്ലടാ. വേൾഡ് കപ്പിന് മുമ്പായിട്ട് എന്തായാലും വേൾഡ് കപ്പ് 12-ാം തീയതി 13-ാം തീയതി ഒക്കെയാണ് വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യണേ. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മള് ഫ്ലസ്ക് വെക്കണേ കയറാം. വെക്കണ്ടേ? ഫ്ലക്സ്. അപ്പൊ നമ്മള് അല്ല നമ്മളെ പരിപാടികളോ അല്ലേ നടക്കണ്ടോ? പരിപാടികളൊക്കെ എടുത്തുള്ളേ ഒക്കെ ഉണ്ടാക്കണേ. തുടങ്ങ നോക്കാം. നിങ്ങൾക്ക് എന്താ എളുപ്പം? അന്ന് ഈ തേങ്ങ ചട്നിക്കോ അല്ല ഇപ്പേരി ഉണ്ടാക്കണ്ടേ ഒരാൾക്ക്? ഉപ്പേരി ഉണ്ടായിക്കോ. അപ്പൊ കാണാൻ കഴിച്ചു ഉമ്മമാരുടെ ഉപ്പേരി ഒക്കെ ഉണ്ടാക്കി തുടങ്ങട്ടെ. അപ്പൊ ഞാൻ തേങ്ങ ഒക്കെ ഒന്ന് ചരണ്ടിട്ടെ. എന്നാ എല്ലാരും കുറച്ച് പണികൾ എടുത്തു തുടങ്ങല്ലേ. ഓക്കെ, അങ്ങനെ നമ്മുടെ പാചക പരിപാടികളൊക്കെ ഒരു ഭാഗത്ത് നടന്നുകൊടുക്കുന്നുണ്ട്. നടന്ന് കഴിയാനയക്കണോ? നടന്ന് കഴിഞ്ഞിരിക്കണ മീനാക്കണ വെറുതെ ഇറക്കി വെച്ചിരിക്കണം. പിന്നെ കഴിച്ച് എന്തേലും ഒന്ന് കടിച്ച് ചമക്കാൻ വേണ്ടിയിട്ട് ഉണക്കമീനുണ്ട്. അപ്പോൾ ഉണക്കമീനാണ് കഴിച്ച് നമുക്ക് കടിച്ച് ചമക്കാൻ വേണ്ടി വരുന്നത്. പിന്നെ ഫുള്ള് കഴിച്ച് ഒരു കോട പോകഞ്ഞ ഫീലിംഗ് ഒക്കെ കിട്ടുന്നുണ്ടാകും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൊതുക് എന്ന് പറഞ്ഞാൽ കൊതുക് തിരിയൊന്നും ഒന്നുമല്ല. കൊതുകിന് കഴിച്ച് കൊതുക് തിരി ഇതാണ്. അപ്പൊ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാല് കുറച്ച് ഇതുണ്ടായിന്. എന്ത് അത് കത്തില് വൈകിട്ട് ദിവസം പുകച്ച ഇഷ്ടം പോലെ കൊതുക് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് ചോരല്ല, കൊതുക് കുടിച്ച് കഴിച്ചിക്കണ്. കൊതുക് കുടിച്ച് കഴിഞ്ഞിക്കണ്. നമ്മളെ ചോരല്ലാത്തോണ്ട് ഇപ്പൊ പൂച്ചാള പിന്നാലെയാണ് ഇത് നടക്കണത്. ഇപ്പൊ പൂച്ചാളിയും കോഴിക്കളി. പിന്നെ നമുക്ക് ഇനി വമ്പം വലിയ പണികളാണ് വരുന്നത്. അതായത് 10-ാം തീയതി എന്ന് പറഞ്ഞാൽ ഈ അടുത്തായി. ഇനിയിപ്പോ ഒരു 6 ദിവസം 4 ഇനിയിപ്പോൾ 6 ദിവസം പാടുള്ളൂ. അതിൻ്റെ ഇടയിൽ നമ്മൾ അവിടെ ഒരു പെരുണ്ട്, അത് നമ്മൾ വെറുതെ വിടരുതല്ലോ. അതായത് ഇനിയിപ്പോൾ മഴക്കാലാണ് വരാൻ പോണത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് ഓട് എടുത്തിടണം. ഓട് നമ്മളെ ബാത്റൂമിൻ്റെ ബാക്കിലുണ്ട്. അതായത് ഇതും അമ്മ ഇതിൻ്റെ ഓടാണ് ഇത്. ഓടടാ നമ്മളെ കക്കൂസിന്റെ ആലന്റെ ആലുണ്ടായിന് കേട്ടോ കഴിച്ച്. നമുക്ക് ഇവിടെ ഒരു ആലുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഒന്നും കാണാനില്ല. ഇവിടെ ഫുള്ള് തുണികളാണ് ഇപ്പോൾ. ഈ കിടക്കുന്ന ആലയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പൊളിഞ്ഞ ഓടുകളുണ്ട് ഇവിടെ. നല്ല ഓട് തന്നെയാണ്.
അപ്പൊ ഈ ഓടൊക്കെ പാട് അങ്ങോട്ട് കൊണ്ടുപോകണം. എടാ നിക്കണ ചൂണ്ടല് പോയിന്താ മറ്റേതാണ്, മറ്റേ ഈർപ്പം മാത്രമേ ഉള്ളേ. ആണോ? മറ്റേ വടി ചൂണ്ടല് കാണാല്ലോ. ചൂണ്ടല് ഇവിടെ എവിടെ വെച്ചെന്ന് അറിയില്ല. അതായത് 2 ദിവസമായിട്ട് നല്ല റീൽസ് കിടക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ. അതായത് ഈ ചെക്കന്മാർ ഫുള്ള് നിലമ്പൂരത്തെ ആൾക്കാർ ഫുള്ള് മീൻ പിടിച്ചാൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മളെ പോയിൽ ഇപ്പൊ മീൻ ഇറങ്ങിക്കണോ ഇല്ലെന്ന് നമുക്ക് അറിയില്ല. പോയി നോക്കട്ടെ. ചൂണ്ടൽ നോക്കിയിട്ടാണെങ്കിൽ കാണാനും ഇല്ല. ഞാൻ ഇന്നലെ തൊട്ട് പറയാം നമ്മള് മീൻ പിടിച്ചാൻ പോകുക. അല്ല അത് ഞങ്ങൾ പോയിട്ടൊന്നും ഉണ്ടോ നോക്കട്ടെ. എന്നിട്ട് എല്ലാരും കൂടെ പോയാൽ മതി. ഞങ്ങളും ഉണ്ടടാ, പോയി നോക്കട്ടെ. അപ്പൊ ഈ ഓടൊക്കെ പാടേ അങ്ങോട്ട് കൊണ്ടുപോകണം. കൊണ്ടുപോയിട്ട് അവിടെ വാർപ്പിന്റെ നെറുവിലിടണം. എന്നാ പിന്നെ ആ ഒരു കാര്യത്തിന് തീരുമാനമായി. പിന്നെ അമ്മ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ താമസം മാറുമ്പോൾ അതായത് നമുക്ക് കിണറില്ലാത്ത കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയണ കാര്യം. അപ്പൊ നമ്മൾ വെള്ളം എടുക്കണ അപ്പുറത്തു നിന്നാണ്. ഇന്നാളത്തെ മൈക്ക് പ്രശ്നമാവരുത്. നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല പറയണം. അപ്പൊ ആ ഒരു കാര്യം മസ്റ്റായിട്ട് അവിടുത്തെ അപ്പുറത്തെ പെരക്കാരോട് പോയി അങ്ങോട്ട് പോകാം. മോട്ടർ ഇപ്പൊ എടുക്കണില്ല, മോട്ടർ നിൽക്കട്ടെ കിണറ്റില്. മോട്ടോടെ നോട്ടെ, നമ്മള് വെള്ളം അടിക്കണില്ല. കാര്യം പറയാൻ ബുദ്ധിമുട്ടാണേ. എന്താ വെച്ചാൽ നമുക്ക് ഇത്രയും ഉപകാരം ചെയ്തിട്ട് നമ്മള് മുണ്ടാതെ പോകാൻ പറ്റൂലല്ലോ. എന്തൊക്കെ നമ്മളെ കുടിവെള്ളം വല്ല തന്നെ. അപ്പൊ നമ്മള് മുണ്ടാ പോകാൻ പറ്റൂലല്ലോ. നമുക്ക് പോയി പറയാം. മയക്കാറ് വരുന്നുണ്ട് ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് മീൻ പിടിച്ചാൻ പോകാൻ. ചോറായിക്കണോ? മക്കളെ ചോറായേ, കൂട്ടാനായോ? ചമ്മന്തിയായോ? ചമ്മന്തിയായി. ഉണക്കമീൻ കണ്ടോ? കണ്ടോ? എടാ എനിക്ക് വേറൊരു സംഭവം ഞങ്ങൾ കാട്ടിത്തരാം. ഇത് കണ്ടീനേജി എന്താണോ ഈ സാധനം? ഇതെന്താ? സത്യം ഒരു ചേര കാണാണ്ട് പേടിച്ചിട്ട് ഇതൊക്കെ കുത്തി പൊളിച്ചിടാക്കണേ. അപ്പൊ അമ്മമാരോട് പറഞ്ഞേ മോട്ട ഉണ്ടാവുന്ന ടൈമില് നമ്മളിത് തേക്കാനും ഇല്ലാത്ത ടൈമില് പോയ സമയത്ത് കുത്തി പൊളിച്ചാലും എന്നോട് പറയാൻ വിട്ടാടാ. ഞാൻ പറയുന്നില്ല. അങ്ങോട്ട് പോയ ചേര ഇതിന്റെ ഉള്ളിൽ പിന്നെ ഞാൻ വടിയേറ്റൊക്കെ തട്ടി മറിച്ചിട്ടു. ഇന്നലെ ഞങ്ങള് അതായത് പെര നോക്കി ഇങ്ങനെ പോയപ്പോഴേ ഒരു കോട്ടേഴ്സ് ഫുള്ള് വിളി വണ്ടി വരുമോ പാമ്പ് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ രണ്ടാളടുത്താണുള്ള ഗൈസ് പാമ്പ് ആൾക്കാർ പറയണത്. ഞങ്ങള് പോയി നോക്കിയപ്പോ ചേര. അനു അതിനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുത്ത് കയ്യില്. അതിന്റെ വീഡിയോ ക്ലിപ്പേ ഇതിൽ ആഡ് ചെയ്ത് വിടാട്ടോ. ഉണ്ട് ആ ക്ലിപ്പ് ഗൈസ്. അനു പാമ്പിനെ പിടിച്ചിട്ട് വലിച്ചെടുത്തിട്ട് അപ്പുറത്തെ തൊടുക എടുത്ത് വിടും. അത് എന്തായാലും വാലുകൊണ്ട് കുത്തണം ചെയ്താലോ. വാലേറ്റ് കുത്താന് എന്താ ജീവല്ലേ ഇതുമല്ലേ തേളോ വാലോട് കുത്താൻ ശാസ്ത്രം തോറ്റു. അതിന് കാണില്ല, സാധനത്തിന് കണ്ടാലല്ലേ നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ. ഇത് ചേരാണ് നിമ്മ പറഞ്ഞു. ഞാൻ കജ്ജിടുമ്പോ വല്ല മൂർഖമാവ എന്തേലാണെന്ന് എനിക്ക് കഴിഞ്ഞില്ലേ. ചൂടാവാനല്ല വെന്തിക്കണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഏതൊക്കെയാന്ന് ഉമ്മ കാണിച്ചു കൊടുത്താൽ മീനും കോഴി ഒക്കെ ഉണക്കല് ഞാൻ പുതിയ ഇനിയിപ്പോ പറയും ആവാനുണ്ട് പറയും. ഇല്ല ആകാനില്ല. അതാകണ ഇതാ സാധനത്തിന് പീച്ചിക്ക. നമ്മള് പറയും പീച്ചക്കാണ്. വേറെ ഇനി എന്താ നമുക്ക് പേരറിയില്ല. പണ്ടേ ഉമ്മാന്റെ അന്യത്തിന് അവിടെ പാടത്ത് ഉണ്ടായിന് ഒരിക്കൽ കൊറേ പച്ചക്കറി ഉണ്ടായിന്. അപ്പൊ ഞാൻ കണ്ടു ഈ പീച്ചിങ്ങ ഉണ്ടാക്കി. ഇതിങ്ങനെ ചതുരത്തിലേ ഒരു 4 വര ഉണ്ടാവും. അത് ചെത്തി കളഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കിയത്. അടുത്തത് ആകണം കോവക്ക ബീൻസ്. കോവക്ക ഇല്ലട്ടങ്ങള് ബീൻസ് മാത്രം. ബീൻസ് ഒരു ഭാഗത്തുനിന്ന് എന്തൊക്കെയാ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ അടിയിൽ കൂടെ ഉമ്മമാന്റെ കുറച്ച് ടേസ്റ്റിലായിട്ട് അല്ല ഇതൊക്കെ കൊതുകാണമ്മ. ഇതൊക്കെ എന്താ? എല്ലാം ഉണ്ട്. കൊതുകുണ്ട്. എന്നാലേ കേട്ടോ അസർ ബാങ്കാണ് കൊടുക്കുന്നത്. കേട്ടോളി. അസർ ബാങ്ക് കൊടുത്തിട്ടു ഞങ്ങൾ ചോറ് വെച്ചിട്ടില്ല ഗൈസ്. അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ ആക്കണ് ഇവിടെ നിരത്തി കൊണ്ടുവന്നാണ് ഇവിടെ വെച്ചിക്കണ്. സാമ്പാറുണ്ട്, പിന്നെ ഇതിന്റെ പേരെന്താണ്? പീര എന്താണ്? പീച്ചക്ക ഉണ്ട്, ഉണക്കമീൻ പൊരിച്ചതുണ്ട്, പിന്നെ കോവക്കല്ല പിന്നെ വേറെ ഒരു തുവരപ്പയറോ എന്തോ ഒരു എന്തോ ഒരു സുനിയും കൂടിയാണ്. പിന്നെ ഉള്ളത് ആക്കണ്
മെയിനായിട്ടുള്ള സാധനം മോണ്ടൻ പറഞ്ഞ ഇതിനില്ല തടി ഉറക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം ഓനെ കടക്കാരൻ പറഞ്ഞ ദഹിക്കാനല്ല കടക്കാരൻ പറഞ്ഞ പറ്റിച്ച സാധനം അതായത് കുക്കുംബറും ഉണ്ട് ക്യാരറ്റും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രക്കും സാധനങ്ങളാണ് നമ്മളെ വിഭവങ്ങളില്. പിന്നെ മെയിൻ ആയിട്ടില്ലേ നമ്മളെ ചോറ്. അപ്പൊ ചമ്മന്തി ഒളിപ്പിച്ച് വെച്ചിക്കാണ് തേങ്ങാ ചമ്മന്തി തേങ്ങാ ചമ്മന്തിയും ചോറും ഉണ്ടല്ലോ നമുക്ക് എന്തും കഴിക്കാന്. അപ്പൊ കുട്ടികളൊക്കെ നമ്മളെ വ്ളോഗ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉമ്മച്ചിനോട് പറയും തേങ്ങാ ചമ്മന്തിയും ചോറും വേണമെന്ന്. സ്കൂൾ തുറന്നില്ല പറയും പോലെ സ്കൂളും തുറന്നു. ആദൂനെ കഴിച്ച സ്കൂളിലും ചേർത്തി അല്ലേ. ഇനിയിപ്പോ ശനിയാഴ്ച ഞായറാഴ്ച നോക്കിയാൽ സത്യം അല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് പച്ചക്കറി വെച്ച് പച്ചക്കറി വെച്ച് ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി പോവാണ്. മീൻ കുഴപ്പമില്ല, ലേസം ഉപ്പ് കൂടുതലാണ്. ഈ ലേസം അങ്ങോട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഉപ്പുള്ള മീനാണ്. നമ്മള് ചൂണ്ടല് മിസ്സായില്ലേ, നമ്മളെ ഭാഗ്യല്ലേ ചൂണ്ടലാണ്. എനിക്ക് ഓർമ്മ ഉണ്ടത് എല്ലാ മീനും കിട്ടുന്ന ചൂണ്ടലാണ് ഗൈസ്. ഞങ്ങളത്തെ ഒരു ചൂണ്ടലുണ്ടായി, 2 ചൂണ്ടലുണ്ടായി. ഞങ്ങൾ നട്ടപ്പാതിരാക്ക് മീൻ പിടിച്ചാൻ പോയ വ്ളോഗ് ഈ ചാനലിലുണ്ട് ഗൈസ്, അടിയിലുണ്ട്. എല്ലാവരും ചെന്ന് കണ്ടാൽ മതി. അതിലുണ്ടാവും വലിയ ആറില്, അതേപോലെ കരിമീൻ, അതിനൊക്കെ പിടിച്ചതിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടായില്. ആ വീഡിയോ ഉണ്ട്, എല്ലാവരും ചെന്നൊന്ന് കണ്ടു നോക്കുക. ആ ചൂണ്ടലാണ് ഗൈസ്, ഞങ്ങൾ എന്താ ഭാഗ്യ ചൂണ്ടലാണ്. അത് കാണാല്ലേ ഇവരെ എടുത്ത് വെച്ചേ, എവിടെ പാത്ത് വെച്ചേ അറിയില്ല അല്ലേ. നമ്മൾ ചോറ് കഴിക്കുന്ന ടൈം കാണിച്ചു കൊടുത്താ സമയം നോക്കൂ ഗൈസ്, 4 മണി കറക്റ്റ് ആയിട്ടോ. ഇപ്പോഴാണ് ഞങ്ങൾ ചോറ് കഴിക്കണേ. കാരണം നമ്മൾ ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, ഞങ്ങൾ രാവിലെ പോയിട്ട് ഞങ്ങളെപ്പോഴാണ് വരുന്നത്, ഉച്ചയായപ്പോഴല്ലേ ഞങ്ങൾ തന്നെ എത്തിയത്. അതായത് ഞങ്ങൾ ആ പെരൻ്റെ ഇതാനും കാര്യങ്ങളൊക്കെ പോയതാണ്. അതായത് വാടകയ്ക്ക് തരാണല്ലോ, അപ്പോൾ അതിൻ്റെ എഗ്രിമെൻറ്റ് ചെയ്താനൊക്കെ പോയിക്കാണ്. പിന്നെ പൈസയും കൊടുത്തു, അതിൻ്റെ കാര്യങ്ങളൊക്കെ. അതിൻ്റെ വണ്ടിപ്പാച്ചിലാണ് ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഉച്ചയായി. പിന്നെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയാണ്ട് ഇപ്പോഴല്ലേ തിന്നായിരിക്കണത്. അതാണ് ഇത്രക്കും 4 മണി ടൈമായത്. അപ്പോൾ എല്ലാവരും ചെന്നാണ്ട് ചോറ് കഴിക്കാൻ നോക്കുക, കടന്നുറങ്ങാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമലൈക്കും. എല്ലാവർക്കും അസ്സലാമലൈക്കും മാമ. എല്ലാവർക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും. എന്നാ ഫുഡ് എങ്ങനെയുണ്ട് മാമ? ഫുഡ് തിന്നിട്ടില്ല, തിന്നട്ടെ. ഒന്ന് അടിപൊളിയാണ്. അടിപൊളിയാണ്. എന്നാ പച്ചക്കറി വേറെ ലെവലാണ്, വേറെ സീനാണ്, വേറെ അടിപൊളി സാധനമാണ്. ഒന്നും പറയാല്ലേ നമുക്ക്. കാരണം ഇറച്ചി മീനുകളും അടിപൊളിയാണ്. പച്ചക്കറി സാധനങ്ങൾ എല്ലാവരും കഴിച്ചു നോക്കുക കുറച്ചൊക്കെ.